ഹലോ everyone. ഇന്ത്യൻ വാഹന കുടുംബത്തിലേക്ക് ഒരു ബിഗ് ഡാഡി എത്തിയിട്ടുണ്ട്. മഹീന്ദ്ര സ്കോർപിയോ ബിഗ് ഡാഡി ആണെങ്കിൽ 90കളിൽ ഇന്ത്യൻ SUV ചരിത്രത്തിൽ തുടക്കം കുറിച്ചൊരു വാഹനമാണെന്ന് നമ്മുടെ ഇവിടെ ഉള്ളത് ടാറ്റ സിയറ. ടാറ്റ സിയറയെ ഞങ്ങൾ ഗ്രേറ്റ് ഫാദർ ഓഫ് SUV എന്ന് വിളിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായ കമന്റുകളെ രേഖപ്പെടുത്തുക. ഈ വാഹനം ആ പേര് അർഹനാണോ എന്ന് നമുക്ക് ഡീറ്റെയിൽ പരിചയപ്പെടുന്ന ഈ വീഡിയോയിലൂടെ ചാനലിലേക്ക് സ്വാഗതം. ചരിത്രത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഒരു 30 വർഷം പുറകോട്ട് സഞ്ചരിക്കണം. അതായത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് സ്ക്രീൻ ഒന്നും ആകട്ടെ, നമ്മളൊരു 1988 കാലഘട്ടം. അതുവരെ ടാറ്റ ഒരു കൊമേഴ്ഷ്യൽ ബ്രാൻഡായിരുന്നു. അവർ ട്രക്ക് ബസ് മാത്രമേ നിർമ്മിച്ചിരുന്നുള്ളൂ. ടാറ്റ ടെൽക്കോലൈനോടെയാണ് ടാറ്റ പാസഞ്ചർ വെഹിക്കിൾ മാർക്കറ്റിലേക്ക് വരുന്നത്. ടെൽക്കോലൈൻ ടാറ്റ ഇന്ത്യയിൽ തന്നെ ഡെവലപ്പ് ചെയ്ത ഒരു X2 പ്ലാറ്റ്ഫോമിൽ ഡെവലപ്പ് ചെയ്ത ഒരു വാഹനമാണ്. അതിന്റെ വീൽ ബേസ് ഷോർട്ടൺ ചെയ്താണ് സിയറ ലോഞ്ച് ചെയ്യുന്നത് 91-ൽ. സിയറ ലോഞ്ച് ചെയ്യുമ്പോൾ സിയറയിൽ ഒരു 4 സിലിണ്ടർ നാച്ചുറലി ആസ്പിറേറ്റഡ് ഡീസൽ എഞ്ചിനാണ് വരുന്നത്. അതിന്റെ കൂടെ തന്നെ ഒരു 5 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സും ഹൈഡ്രോളിക് ക്ലച്ചും ബൂസ്റ്റർ അസിസ്റ്റന്റ് ബ്രേക്കും കുറെ ടെക്നോളജി ആയിട്ടാണ് സിയറ വരുന്നത്. കൂടാതെ അന്നത്തെ മാർക്കറ്റിലെ രാജാക്കന്മാരെ അംബാസഡറിലും മാരുതിയിലും ഒന്നും കണ്ടിട്ടില്ലാത്ത കുറെ ഫീച്ചേഴ്സായ പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ, സെൻട്രൽ ലോക്കിംഗ്, റിയർ AC വെന്റ്, അങ്ങനെ കുറെ ഫീച്ചേഴ്സ് സിയറയിൽ ഉണ്ടായിരുന്നു. അതിനുശേഷം 97-ൽ നമ്മുടെ Euro 2 എമിഷൻ നോംസ് വരുന്ന കാലഘട്ടം സിയറയിൽ ഒരു ടർബോ ചാർജർ ആഡ് ചെയ്യുകയുണ്ടായി. ടർബോ ചാർജർ ആഡ് ചെയ്ത് സിയറയുടെ പവർ കൂട്ടി. 60 PS പവർ ആയിരുന്ന നോർമൽ സിയറയിൽ നിന്നും 90 PS പവറിലേക്ക് സിയറയുടെ പവർ അപ്ഡേറ്റ് ചെയ്തു. കൂടാതെ കുറെ അഡീഷണൽ കോസ്മെറ്റിക് അപ്ഡേറ്റ്സ് ഒക്കെ വന്നു. അങ്ങനെ 97-ൽ സിയറ ടർബോ എന്നൊരു വേരിയന്റ് ലോഞ്ച് ചെയ്തു. ഫസ്റ്റ് ടർബോ വേരിയന്റ് ആണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത്. കൂടാതെ 98-ൽ സിയറ സഫാരി ലോഞ്ച് ചെയ്യുന്നു ടാറ്റ. സഫാരി ലോഞ്ച് ചെയ്തതിനു ശേഷം സിയറയുടെ സെയിൽസ് വോളിയം കുറയാൻ തുടങ്ങി. അങ്ങനെ 2003-ൽ സിയറ പ്രൊഡക്ഷൻ നിർത്തുകയായിരുന്നു. ടാറ്റ സിയറ എക്സ്പോർട്ട് മാർക്കറ്റുകളിൽ ടാറ്റ ഗൂർക്ക, ടാറ്റ ഗ്രാൻഡ് ടെൽക്കോ സ്പോർട്ട് എന്നീ പേരുകളിലാണ് അറിയപ്പെടുന്നത്. അത് 4x4-ലും ടാറ്റ സിയറ എക്സ്പോർട്ട് മാർക്കറ്റിലുണ്ടായിരുന്നു. ഇപ്പൊ നമുക്കുള്ള ഒരു സന്തോഷ വാർത്ത, ടാറ്റ കഴിഞ്ഞ ഓട്ടോ എക്സ്പോയിൽ ടാറ്റ സിയറയുടെ ഒരു ഇലക്ട്രിക് വെർഷന്റെ ഒരു മോഡൽ അവതരിപ്പിക്കുകയുണ്ടായി. മാക്സിമം അത് 2025 നിരത്തിലിറങ്ങുമെന്ന് പ്രതീക്ഷിക്കാം. അതൊരു ഇലക്ട്രിക് മോഡലായിരിക്കും. അതിലൊരു എൻജിൻ ഘടിപ്പിച്ച മോഡൽ വരാൻ സാധ്യതയില്ല. നമുക്ക് ഈ വാഹനത്തിന്റെ ഫ്രണ്ട് ഡിസൈനിങ്ങിനെ കുറിച്ച് നോക്കാം. നോർമലി ഇപ്പോൾ എല്ലാ വാഹനത്തിലും നമുക്ക് LED പ്രൊജക്ടർ ഹെഡ് ലാംപ്സ് ഒക്കെയാണ് കാണുന്നത്. ഇതിലൊരു നോർമൽ ഹാലജൻ ഹെഡ്ലൈറ്റ് ആണ്. ഈ ഹെഡ്ലൈറ്റിന് പ്രത്യേകത ഉണ്ട്. ഈ ഹെഡ്ലൈറ്റിന്റെ ഈ ഗ്ലാസ് വന്നിട്ട് ഒറിജിനൽ ഗ്ലാസ് തന്നെയാണ്, പ്യുവർ ഗ്ലാസ് ആണ് ഇത് ഹെഡ്ലൈറ്റ് വരുന്നത്. ഇപ്പോൾ നോർമലി വാഹനങ്ങളിലെല്ലാം ഇത് ഒരു ഫൈബർ പാർട്ടാണ് വരുന്നത്. നമുക്ക് കുറച്ച് നാൾ കഴിഞ്ഞ് അത് മഞ്ഞ ഷെയ്ഡിലോട്ട് മാറുന്നതായി കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ഈ വാഹനത്തിൽ അത് ആ സെയിം ഗ്ലാസ് ഷെയ്ഡിൽ തന്നെ നിൽക്കുന്നതാണ്. ഇത് നമുക്ക് ഈ ഹെഡ്ലൈറ്റ് സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ സാധിക്കും. ഇത് ലുമക്സ് മേക്കാണ്. ഇത് മാനുഫാക്ചർ ലൈസൻസ് ഫ്രം സ്റ്റാൻലി ജപ്പാൻ എന്നതിൽ പഞ്ച് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഇതിലൊരു സ്ലാറ്റർ ടൈപ്പ് ഗ്രില്ലാണ് വരുന്നത്. സ്ലാറ്റർ ടൈപ്പ് ഗ്രില്ലിൻ്റെ സെൻട്രലായിട്ട് ടാറ്റയുടെ വലിയ ലോഗോ, ടാറ്റയിലെ ഒറിജിനൽ റൗണ്ട് ലോഗോയാണ് വരുന്നത്. അതിൻ്റെ താഴെയായിട്ട് നമ്മുടെ ബമ്പർ മെറ്റലാണ്. ബമ്പർ നമുക്ക് സൗണ്ട് കേൾക്കാൻ സാധിക്കുന്നു. ബമ്പറിൽ സെൻട്രലായിട്ട് ലൈസൻസ് പ്ലേറ്റ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ താഴെയായിട്ട് നമുക്കൊരു അണ്ടർ പ്ലേറ്റ് ഈ വാഹനത്തിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, നമ്മളൊരു SUV ഒരു സ്റ്റാൻസ് കിട്ടാൻ വേണ്ടിയിട്ട്. കൂടാതെ ഈ വാഹനത്തിൽ എടുത്തു പറയേണ്ട ഒരു കാരണം, നമ്മൾ ബെൻസിലൊക്കെ കാണുന്ന പോലെ ഒരു ടാറ്റയുടെ ഒരു ലോഗോ ഈ ബോണറ്റിൻ്റെ സെൻട്രലായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ബോണറ്റിൽ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് ആദ്യം പ്രൊമനൻ്റായി കാണുന്ന ഈ ലോഗോയാണ്. ലോഗോയുടെ സൈഡിൽ കൂടെ 2 ക്യാരക്ടർ ലൈൻ 2 സൈഡിൽ റൺ ആവുന്നുണ്ട്. ബോണറ്റിൻ്റെ സെൻട്രലായിട്ട് പ്രൊവൈഡ് ഡിസ്പെൻസർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വൈപ്പറെല്ലാം എക്സ്പോസ്ഡ് ആണ്. വൈപ്പറിൽ കൗൾ പാനലൊന്നുമില്ല. കൗൾ പാനൽ മെറ്റലാണ്. അതൊരു ബോഡി കളർ തന്നെയാണ്. പിന്നെ ഈ വാഹനത്തിൽ വരുന്ന മേജർ ചേഞ്ച് എന്ന് പറയുന്നത് ടർബോ വെർഷൻ. ഇതിൽ ലാമിനേറ്റഡ് ഗ്ലാസ് ആണ്. അതിൻ്റെ ഗ്രീൻ ഷെയ്ഡ് നമുക്കിതിൽ കാണാൻ സാധിക്കുന്നുണ്ട്. കൂടാതെ ഇവിടെ മുകളിൽ നമ്മുടെ FM-ൻ്റെ ആൻറ്റന അങ്ങനെയുള്ള കാര്യങ്ങളാണ്. സൈഡിലോട്ട് വരുമ്പോൾ
നമുക്കിത് വാഹനത്തിൽ ടർബോ വെർഷൻ ആയിട്ട് സൈഡിൽ നമുക്ക് വീൽ ആർച്ചസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ വെഹിക്കിളിൻ്റെ ടയർ സൈസ് വരുന്നത് 215/75R15 ട്യൂബ്ലെസ് ടയേഴ്സാണ് വരുന്നത്. ഇതിൻ്റെ അലോയ് വീൽസ് ആഫ്റ്റർ മാർക്കറ്റാണ്, റേഡോർ അലോയ് വീൽസ് ആണ്. സൈഡിലോട്ട് വരുമ്പോൾ സൈഡ് ഇൻഡിക്കേറ്റേഴ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കൂടാതെ ടാറ്റ സിയർ എന്ന ലോഗോ. കൂടാതെ ഡോറിൻ്റെ സൈഡിൽ വരുന്ന ഡോറിൽ വരുന്നത് ഒരു ഫ്ലാപ്പ് ടൈപ്പ് ഡോർ ഹാൻഡിൽസ് ആണ്. അതിലൊരു കീ സ്ലോട്ടും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഡോർ നല്ല വൈഡായിട്ട് ഓപ്പൺ ആകും. ഈ വെഹിക്കിളിലെ മിറർ വന്നിട്ട് നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. മിറർ ഇപ്പോൾ ഇരിക്കുന്ന ഇന്നോവയുടെ മിറേഴ്സാണ്. പക്ഷേ വെഹിക്കിളിൻ്റെ ബോഡിയിൽ യാതൊരുവിധ ഓൾട്രേഷൻ ചെയ്തിട്ടില്ല. മിററിൻ്റെ പോസ്റ്റിൽ മാത്രമേ മോഡിഫിക്കേഷൻ വരുത്തിയിട്ടുള്ളൂ. കൂടാതെ ഇതിൻ്റെ സൈഡിൽ താഴെയായിട്ട് നമുക്കൊരു ബീഡിങ് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ വെഹിക്കിളിൻ്റെ അകത്ത് കയറാനായിട്ട് ഒരു ഫുഡ് സ്റ്റെപ്പ് പ്രൊവൈഡ് ചെയ്ത ഒരു മെറ്റൽ ഫുഡ് സ്റ്റെപ്പാണ്. നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു സാധനമാണ്. കൂടാതെ സൈഡിലോട്ട് വരുമ്പോൾ സൈഡിലാണ് ഈ വാഹനത്തിൻ്റെ മെയിൻ ഹൈലൈറ്റ്. ഈ വാഹനത്തിൽ ആൽപൈൻ വിൻഡോസ്, ഒരു വലിയൊരു സൺപ്രൂഫിൻ്റെ എഫക്റ്റാണ് ഇത് തരുന്നത്. കൂടാതെ പുറകിലോട്ട് ഇതിൽ വേറെ ആക്സസ് ഒന്നുമില്ല. ഇത് 2 ഡോർ വാഹനമാണ്. കൂടാതെ റൈറ്റ് സൈഡിൽ നമുക്ക് ഫ്യൂൽ ഫില്ലർ പോർട്ട് കാണാൻ സാധിക്കുന്നു. ഫ്യൂൽ ഫില്ലർ പോർട്ട് നോർമലി കീ ഓപ്പറേറ്റഡ് ആണ്. നമ്മളതിനെ കേബിൾ ഓപ്പറേറ്റഡ് ആയിട്ട് മാറ്റിയിട്ടുണ്ട്. ഈ വാഹനത്തെ റിയർ ഡിസൈനിനെ കുറിച്ച് നോക്കാം. നമുക്കിപ്പോൾ ഒരു വാഹനത്തിൽ കാണാൻ പറ്റാത്തൊരു ഫീച്ചറാണ് ഈ ഫുൾ സൈസ് സ്പെയർ വീല് ഡിക്കിയിൽ മൗണ്ട് ചെയ്തിട്ടുള്ളത്. ഈ വാഹനത്തെ ഫുൾ സൈസ് സ്പെയർ വീലാണ് മൗണ്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിലുള്ള ഒരു സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ ഇതിൻ്റെ റിയർ വൈപ്പേഴ്സ് ആണ്. ടർബോ മോഡൽസിന് റിയർ വൈപ്പേഴ്സ് ഉണ്ട്. നമ്മളെല്ലാ വാഹനത്തിലും ഒരു വൈപ്പേഴ്സേ കാണാറുള്ളൂ. ഈ വാഹനത്തിൽ 2 വൈപ്പേഴ്സ് ഉണ്ട്. നമുക്കിവിടെ ശ്രദ്ധിച്ച് നോക്കിയാലേ അറിയാൻ സാധിക്കുകയുള്ളൂ. അപ്പുറത്ത് ഒരു വൈപ്പർ കൂടെ ഉണ്ട്. 2 വൈപ്പറും അതിലൊരു ഫ്ലൂയിഡ് ഡിസ്പെൻസറും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം വർക്കിംഗ് ആണ്. കൂടാതെ റിയർ ബൂട്ട് ഓപ്പൺ ചെയ്യാൻ ഫ്ലാപ്പ് ടൈപ്പ് ഡോർ ഹാൻഡിലാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. കൂടാതെ ബൂട്ടിൻ്റെ താഴെയിട്ട് ടാറ്റയുടെ ലോഗോ. കൂടാതെ ആ ബീഡിങ് അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് ബാക്കിൽ വന്നിട്ടുണ്ട്. ടർബോ വേരിയൻറ്റിലുള്ള ഒരു മെയിൻ വ്യത്യാസം എന്ന് വെച്ചാൽ ഇതിലൊരു ഡ്യുവൽ ടൈൽ ലാമ്പാണ് പ്രൊവൈഡ് ചെയ്തത്. ഒരു ടൈൽ ലാമ്പ് ബമ്പറിൽ, മറ്റൊരു ടൈൽ ലാമ്പ് ബോഡിയിൽ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ പജീറോയിലെ ആ ഡിസൈൻ തീമാണ്. പജീറോയിൽ ഇങ്ങനെയാണ് ടൈൽ ലാമ്പ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഇതിൽ റിവേഴ്സ് ലൈറ്റും താഴെ ഇൻഡിക്കേറ്റേഴ്സും റിയർ ഫോഗ് ലാമ്പ് അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ബമ്പറിൻ്റെ സെൻട്രലായിട്ടാണ് ലൈസൻസ് ലാമ്പ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ലൈസൻസ് ലാമ്പ് 2 ലൈസൻസ് ലാമ്പ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ബൂട്ട് ഓപ്പൺ ചെയ്ത് നോക്കാം, ബൂട്ട് എത്രത്തോളം വലുതാണെന്ന്. ഇതൊരു വലിയ ബൂട്ട് സ്പേസ് ആണ്. ഇപ്പോൾ ഇതിൽ നമ്മൾ സബ് വൂഫേഴ്സ് ഒക്കെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഇതിൻ്റെ റിയർ എയർ ഹാൻഡ്ലിംഗ് യൂണിറ്റ് ആണ്. റിയർ എയർ കണ്ടീഷൻ ഈ വാഹനത്തിൽ റിയർ എ സി ഉണ്ട്. ഇതിൻ്റെ ബാക്ക് സീറ്റ് നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത ഒരു വലിയ ബൂട്ട് സ്പേസ് ആക്കി ഇതിനെ മാറ്റാൻ സാധിക്കുന്നുണ്ട്. കൂടാതെ ഈ വെഹിക്കിൾ ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്. ഇതിൻ്റെ റിയർ ഗ്ലാസ്സിൽ ഡീഫോഗർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഡീഫോഗറിൻ്റെ ലൈൻസ് ആണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. സ്പോർട്ട് കാറിലൊക്കെ കാണുന്ന പോലെയുള്ള എൻട്രിയാണ് ഈ വെഹിക്കിളിലും റിയർ സീറ്റിലേക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. റിയർ സീറ്റിലേക്ക് എൻട്രി വളരെ എളുപ്പമാണ്. നമുക്കൊരു സിംഗിൾ ടച്ച് ഓപ്പറേഷനിൽ ഈ സീറ്റ് ഫുള്ള് ഫോൾഡ് ആകും. എന്നിട്ട് നമുക്ക് ഫുഡ് സ്റ്റെപ്പിൽ കാല് വെച്ചിട്ട് നമുക്കിവിടെ ഒരു ഹാൻഡിലുണ്ട്. ആ ഹാൻഡിൽ പിടിച്ച് ഈസി ആയിട്ട് അകത്തോട്ട് പോകാൻ സാധിക്കും. അപ്പോൾ നമുക്കൊരു ബെറ്റർ സീറ്റിംഗ് പൊസിഷൻ ബാക്കിൽ കണ്ടുപിടിക്കാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് ഈ സീറ്റ് ബാക്കിലോട്ട് ഫുള്ള് വെച്ച് നോക്കാം. കോ ഡ്രൈവർ സീറ്റ് ഇപ്പോൾ ഞാൻ ഫുള്ള് ബാക്കിലോട്ട് വെച്ചേക്കാം. എന്നാലും എനിക്ക് ആവശ്യത്തിനുള്ള ലെഗ് സ്പേസ് ബാക്കിൽ അവൈലബിൾ ആണ്. നമുക്ക് സീറ്റിൻ്റെ റൈറ്റ് സൈഡിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ലിവർ പ്രസ് ചെയ്തിട്ട് നമുക്ക് സീറ്റ് ഫ്രണ്ടിലോട്ട് ഫ്ലിപ്പ് ചെയ്ത് ഈസി ആയിട്ട് പുറത്തോട്ട് ഇറങ്ങാനും സാധിക്കും. നമുക്ക് വെഹിക്കിളിൻ്റെ ഇൻറ്റീരിയർ ഒന്ന് പരിശോധിക്കാം. ഇൻറ്റീരിയറിലേക്ക് ഫസ്റ്റ് നമുക്ക് ഡോർ പാഡ് നോക്കാം. ഡോർ പാഡിൽ പവർ വിൻഡോസ് ഉള്ളതുകൊണ്ട് വൈൻഡോസ് ഒന്നും കൊടുത്തിട്ടില്ല. ഡോർ പാഡിൽ ഒരു ലൈറ്റ് പ്രൊവൈഡ് ചെയ്ത് നമുക്ക് നൈറ്റ് സമയത്ത് നമുക്ക് ഡോർ ഓപ്പൺ ആയിരിക്കുമ്പോൾ പുറകെ നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് കാണാൻ വേണ്ടി ഒരു ലൈറ്റ് ഈ വാഹനത്തിൽ അന്ന് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇൻറ്റീരിയർ നല്ലൊരു കമാൻഡിങ് വ്യൂ ആണ്. നമുക്ക് റോഡ് ഫുള്ളായിട്ട് കാണാൻ സാധിക്കും. ബോണറ്റിൻ്റെ കോർണേഴ്സ് എല്ലാം നമുക്ക് കാണാൻ സാധിക്കും. നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്. ബോണറ്റിൻ്റെ എൻഡ് വരെ നമുക്ക് കാണാൻ സാധിക്കും. കൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് ടർബോ ചാർജ് എഞ്ചിനാണ്. ടർബോ ചാർജിൻ്റെ എഞ്ചിന് ഐഡിലിങ്ങിൻ്റെ കോഷൻ ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഈ വെഹിക്കിളിലൊരു അഡീഷണൽ ഫംഗ്ഷൻ ഉണ്ട്. ഒരു ഐഡിൽ സ്പീഡ് ആക്ച്വേറ്റർ. നമുക്ക് ഐഡിൽ സ്പീഡ് ആക്ച്വേറ്റ് ചെയ്യാൻ പറ്റുന്ന ആക്ച്വേറ്റർ ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഇതിൽ ക്ലസ്റ്റർ വരുന്നത് ഓഡോമീറ്റർ, സ്പീഡോമീറ്റർ, ടാക്കോമീറ്റർ, കൂടാതെ ഫ്യൂൽ ഗേജ്, ടെമ്പറേച്ചർ ഗേജ്, അങ്ങനെയാണ് ക്ലസ്റ്റർ വരുന്നത്. കൂടാതെ നമ്മുടെ ഇത് മീറ്ററിൻ്റെ കൺട്രോൾസ്, മീറ്ററിൻ്റെ ലൈറ്റ്
ഇതിന്റെ ബ്രൈറ്റ്നസ് കൂട്ടാനുള്ള സ്വിച്ചിന്റെ കൺട്രോൾസ്, റിയർ ഡീഫോഗറിന്റെ കൺട്രോൾസ്, ലെഫ്റ്റ് സൈഡിൽ വന്നിട്ട് റിയർ വാഷർ വൈപ്പറിന്റെയും റിയർ ഫോഗ് ലാമ്പിന്റെ കൺട്രോൾസ് ആണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഇഗ്നിഷൻ ഓൺ ചെയ്ത് നോക്കാം. ഇഗ്നിഷൻ ഓൺ ചെയ്യുമ്പോൾ നമുക്ക് നോർമലി എല്ലാ വാഹനം കാണാൻ ഓയിലിന്റെയും ഹീറ്ററിന്റെയും അങ്ങനെയുള്ള ലൈറ്റ്സ് ഇൻഡിക്കേഷൻ ആണ് കാണിക്കുന്നത്. കൺസോളിലോട്ട് വരുമ്പോൾ ഈ വാഹനത്തിൽ എക്സ്പോർട്ട് മോഡലിന്റെ സെൻട്രൽ കൺസോൾ ആണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഇതിൽ AC വെന്റ്സും AC കൺട്രോൾസും ഒരു ക്ലോക്കും ഒരു നോർമൽ സ്റ്റീരിയോയും ആണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഒരു ആസ്ട്രേ ആണ് നോർമലി വരാറ്. ഇത് നമ്മളിപ്പോൾ ഈ വാഹനത്തിൽ ഓട്ടോ AC ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത്, ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാവുന്ന. അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് നമ്മൾ വേറൊരു വീഡിയോയിൽ ചെയ്യുന്നതാണ്. ഈ വാഹനത്തിൽ AC സിസ്റ്റമും നമ്മൾ ഒരു പുതിയ ടെക്നോളജിയിലാണ് ചെയ്തിട്ടുള്ളത്. അതിന്റെ കൺട്രോൾസ് ആണിത്. പിന്നെ നമ്മളെ ഗിയർ സ്റ്റിക്കാണ് വരുന്നത്. ഗിയർ സ്റ്റിക്കിൽ നമ്മളെ ഗിയർ പൊസിഷൻ എല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇത് പുറകിലേക്ക് വരുമ്പോൾ ഇതിൽ ഹാൻഡ് ബ്രേക്കും അതിന്റെ അടുത്തായിട്ട് പവർ വിൻഡോസിന്റെ കൺട്രോളും, കൂടാതെ ഈ വാഹനത്തിൽ ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ ഒരു അഡീഷണൽ ഫീച്ചറാണ് അന്നത്തെ കാലത്ത് റിയർ AC വെന്റ്സ് കണ്ടത്. 2 ചെറിയ റിയർ AC വെന്റ്സ് ഈ വാഹനത്തിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ റിയറിൽ ഇത് നോക്കുമ്പോൾ നമ്മൾ ഒരു വലിയ വിസിബിലിറ്റി ഉള്ള ഒരു സ്ഥലത്തിരിക്കുന്ന ഒരു ഫീലാണ്, ഒരു വലിയ ഗ്ലാസ് ബോക്സിന്റെ അകത്തിരിക്കുന്ന ഒരു ഫീലാണ് ഈ വാഹനത്തിനുള്ളിൽ ഇരിക്കുമ്പോൾ. അതിലൊരു ഒരു ഗുഡ് ഫീലും ഉണ്ട്, അതിനൊരു ബാഡ് ഫീലും ഉണ്ട്. ബാഡ് ഫീൽ എന്തെന്ന് വെച്ചാൽ നമുക്കൊരു നല്ലൊരു സണ്ണി ഡെയിലി വാഹനം ഓടിക്കുമ്പോൾ വെയിൽ ഫുള്ളായിട്ട് അകത്തി തന്നെ വരുന്നതാണ്. ആ പ്രശ്നത്തെ ഓവർകം ചെയ്യാനായിട്ട് ഞങ്ങൾ ഈ വാഹനത്തിൽ റിയർ AC വെന്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇത് 3 AC വെന്റ്സ് ഉണ്ട്. അപ്പോൾ റിയറിൽ ഉള്ള പാസഞ്ചേഴ്സിന് നല്ല തണുപ്പ് കിട്ടുന്നതാണ്. അങ്ങനെ ആ പ്രശ്നം നമ്മൾ ഈ വാഹനത്തിൽ സോൾവ് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഈ വാഹനത്തിന്റെ സീറ്റ്സ് കൊടുത്തിരിക്കുന്നത് ഇത് ഫുൾ ലെതർ സീറ്റ്സ് ആണ്. ഇതിന്റെ ഇന്റീരിയർ കളർ നോർമൽ ഒറിജിനൽ വരുന്നത് ഒരു സിൽവർ കളറാണ്. ഞങ്ങൾ ബ്ലാക്ക് ആക്കി കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ടർബോ മോഡലിന്റെ എഞ്ചിൻ ബേ ഒന്ന് പരിശോധിക്കാം. എഞ്ചിൻ ബേ ഓപ്പൺ ചെയ്യാനായിട്ട് അതിന്റെ ലിവർ റൈറ്റ് സൈഡിലാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഡ്രൈവർ ലിവർ ഓപ്പൺ ചെയ്ത് റൈറ്റ് സൈഡിൽ ലിവർ ഓപ്പൺ ചെയ്തു. ലിവർ ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ ഒരു മാനുവൽ ലോക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ലോക്ക് ഓപ്പൺ ചെയ്ത് നമുക്ക് ബോണറ്റ് ഓപ്പൺ ചെയ്യാം. നമുക്കിവിടെ സ്റ്റാൻഡ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ടർബോ എഞ്ചിൻ റൂം. ഇത് ടർബോ ചാർജറുള്ള വണ്ടിക്കാണ് ഈ റെഡ് ഹോസസ് ഒക്കെ വരുന്നത്. ടർബോ ഈ സൈഡിലാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. കൂടാതെ സിയറയിൽ വന്നൊരു മേജർ മാറ്റം എന്ന് വെച്ചാൽ ഇതിന് 2 ഫ്യൂൽ സിസ്റ്റം വരുന്നുണ്ട്. ഈ വെഹിക്കിളിൽ വരുന്നത് ബോഷിന്റെ ഫ്യൂൽ സിസ്റ്റമാണ്. അത് നമുക്ക് ഈ ഫിൽറ്റർ നോക്കുമ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട് ബോഷിന്റെ ഫ്യൂൽ ഫിൽറ്റർ ആണെന്ന്. കൂടാതെ ഇതിന്റെ വേറൊരു മോഡലും ഉണ്ട്. അത് വരുന്നത് TVS ഡെൽഫിയുടെ ഫ്യൂൽ സിസ്റ്റമാണ്. TVS ഡെൽഫി കുറച്ചുകൂടെ മൈലേജ് കിട്ടുന്ന ഒരു ഫ്യൂൽ സിസ്റ്റമാണ്. ഇത് കുറച്ചുകൂടെ പെർഫോമൻസ് ബെസ്റ്റ് ആയിട്ടുള്ള ഫ്യൂൽ സിസ്റ്റമാണ്. കൂടാതെ ഇതിൽ നോർമൽ ഒരു വാഹനത്തിൽ കാണുന്ന പോലെ എയർ ഫിൽറ്റർ, ബ്രേക്ക് ബൂസ്റ്റർ, ക്ലച്ച് സിലിണ്ടർ, അങ്ങനെ എല്ലാം ഒരു നീറ്റ്ലി ലേഔട്ട് ആയ ഒരു ഡാഷ്ബോർഡാണ്. കൂടാതെ ഇതിൽ വ്യത്യാസം ഞങ്ങൾ വരുത്തിയിട്ടുള്ളത് ഇതിൻ്റെ AC ലൈൻസ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതൊക്കെ ഫാബ്രിക്കേറ്റഡ് ആണ്. ACയുടെ ലൈൻസ് എല്ലാം ഞങ്ങൾ മാറ്റിയിട്ടുള്ളതാണ്. ഇത് ഫ്ലൂയിഡ് ഡിസ്പെൻസറിൻ്റെ ടാങ്കാണ്. അങ്ങനെ കുറച്ച് നോർമൽ ഒരു വാഹനത്തിൽ കാണുന്ന സാധനങ്ങളാണുള്ളത്. കൂടാതെ ഇതിലൊരു ലൈറ്റും കൂടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ലൈറ്റ് എന്തെങ്കിലും പ്രശ്നം പറ്റി ചെക്ക് ചെയ്യാനായിട്ട്. കൂടാതെ ഇതിൻ്റെ ബോണറ്റിന് അടിയിലായിട്ട് ഒരു ഇൻസുലേഷൻ മെറ്റീരിയൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് അന്ന് വണ്ടി ലോഞ്ച് ആകുമ്പോഴേ സ്റ്റാൻഡേർഡായിട്ട് കൊടുത്തിട്ടുള്ള സാധനമാണ്. ഞങ്ങളത് അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇത് പുറത്തേക്ക് ഹീറ്റ് പോകാതിരിക്കാൻ വേണ്ടി കൊടുത്തിട്ടുള്ളതാണത്. ഡ്രൈവ് ചെയ്ത് നോക്കാം. ഈ വെഹിക്കിളിന്റെ കീ ഫോബ് വരുന്ന ഒരു സിംഗിൾ കീ ആണ്. വെഹിക്കിൾ സ്റ്റാർട്ട് ചെയ്യാം. ടർബോ എഞ്ചിൻസിന് പണ്ടേ ഒരു കോഷൻ പറയുന്നുണ്ട്. 1 മിനിറ്റ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം 1 മിനിറ്റ് വെഹിക്കിൾ ഐഡിയലായിട്ട് ഇടുക. എന്നാൽ ടർബോ ചാർജ് ആവാനുള്ളൊരു ടൈം നമ്മൾ കൊടുക്കുക. അല്ലെങ്കിൽ ടർബോയുടെ പിൻസിനൊക്കെ ഡാമേജ് ആവാനുള്ള സാധ്യത വളരെ കൂടുതൽ. അപ്പോൾ നമുക്ക് ക്ലച്ച് അമർത്തി ഗിയർ മാറി നമുക്ക് വണ്ടി ഓടിച്ചു നോക്കാം. സിയറയ്ക്ക് 2-3 മോഡൽസിൽ ഗിയർ ബോക്സ് 2-3 ടൈപ്പാണ്. നോൺ ടർബോ വേരിയൻസിന് ഫസ്റ്റ് ഗിയർ താഴോട്ടും ടർബോ വേരിയൻസിന് ഫസ്റ്റ് ഗിയർ ഫ്രണ്ടിലോട്ടും ഒക്കെയാണ്. അങ്ങനെ കുറച്ച് കൺഫ്യൂസിങ് ആണ് ഇതിന്റെ ഗിയേഴ്സ്. അത് നമ്മൾ ശ്രദ്ധിച്ച് വേണം ഡ്രൈവ് ചെയ്യാൻ. അപ്പോൾ നമ്മൾ നോൺ ടർബോ വേരിയൻസ് ഓടിച്ചവർക്ക് അറിയാം, നോൺ ടർബോ വേരിയൻസിന് ഒരു ഇനിഷ്യൽ ലാഗ് വരാറില്ല. ടർബോ വേരിയൻസിന് ടർബോ ചാർജ് വരാനുള്ളൊരു സമയം എടുക്കും. പക്ഷേ നമ്മൾ ഓവർടേക്കിങ് അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ടർബോ വേരിയൻസ് ആണ് കുറച്ചുകൂടെ പെർഫോമൻസ് തരുന്നത്.
നോൺ ടർബോ വേരിയൻസ് നമുക്ക് യൂസ് ആവുന്ന സ്ഥലങ്ങളെന്ന് വെച്ചാൽ ഞാൻ 2 വേരിയൻസ് യൂസ് ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ നോൺ ടർബോ വേരിയൻസിന്റെ നമ്മളെ ഗുണമെന്ന് വെച്ചാൽ നമ്മൾ ഈ ഫ്രീക്വന്റ് ആയിട്ട് ഗിയർ ഷിഫ്റ്റ് യൂസ് ചെയ്യുന്ന സ്ഥലങ്ങളിൽ നോൺ ടർബോ വേരിയൻസ് നല്ല വണ്ടിയാണ്. എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഗിയറിലുള്ള ഇനിഷ്യൽ പിക്കപ്പ് ഒക്കെ നോൺ ടർബോ വേരിയൻസിനാണ് കൂടുതൽ ടർബോയെ കമ്പയർ ചെയ്യുമ്പോൾ. അടുത്തെടുത്ത് പറയേണ്ട കാര്യം ഈ വെഹിക്കിളിന്റെ സസ്പെൻഷനാണ്. ഈ വെഹിക്കിളിന്റെ ഫ്രണ്ടിൽ ഇൻഡിപെൻഡന്റ് സസ്പെൻഷനാണ്, റിയറിൽ കോയിൽ സ്പ്രിംഗ് വിത്ത് ഫൈലിംഗ് സസ്പെൻഷനാണ് വരുന്നത്. അതുകൊണ്ട് യാത്ര നല്ല കംഫർട്ടബിൾ ആണ്. ബാക്കിൽ വരുന്ന കുഷൻ എഫക്റ്റ് നമുക്ക് എപ്പോഴും ഈ വാഹനത്തിൽ പ്രതീക്ഷിക്കാം. കൂടാതെ ഇതിന്റെ കോർണറിങ് കുറച്ചുകൂടെ സ്റ്റിഫാണ്, വണ്ടി തെന്നി പോകുന്നതായിട്ടൊന്നും തോന്നാറില്ല. പിന്നെ ഇതൊരു പഴയ വാഹനമാണ്, ഏതാണ്ട് ഒരു 25 വർഷം പഴക്കമുള്ള വാഹനമാണ്. ഇതിൽ ഇന്നത്തെ സേഫ്റ്റി ഫീച്ചേഴ്സായ എയർ ബാഗോ ABS ഒന്നുമില്ല. അതുകൊണ്ട് നമ്മൾ സ്പീഡ് മാനർ ചെയ്ത് ഓടിക്കുക. ഇത് സീറ്റ് ബെൽറ്റ് ഒക്കെ ഉണ്ട്, മാക്സിമം ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മൾ സീറ്റ് ബെൽറ്റ് യൂസ് ചെയ്യുക. നമ്മൾ ഈ വാഹനത്തിൽ അടുത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യം വാഹനത്തിന്റെ ടോപ്പ് ക്ലാസ് വിസിബിലിറ്റിയാണ്. നമ്മൾ ഏത് ആംഗിൾ നോക്കി ഈ റോഡ് ഫുള്ള് നമുക്ക് കാണാൻ സാധിക്കും. ആ വെഹിക്കിളിന്റെ ബോണറ്റ് എവിടെയാണ് നിൽക്കുന്നത് എന്ന് നമുക്കൊരു ബമ്പർ ടു ബമ്പർ ട്രാഫിക് ഉള്ള സിറ്റുവേഷനിൽ ഓടിക്കുമ്പോൾ ഇപ്പോൾ ഉള്ള മാക്സിമം എല്ലാ വാഹനങ്ങൾക്ക് നമുക്ക് ഡാഷ്ബോർഡ് മാത്രമേ കാണാൻ സാധിക്കുന്നുള്ളൂ. ഈ വാഹനത്തിന്റെ ഫ്രണ്ട് ബോണറ്റിന്റെ അറ്റം വരെ കാണാൻ സാധിക്കും. ഈ വാഹനത്തിൽ സ്പീഡ് നമുക്ക് ഈസി ആയിട്ട് ബിൽഡ് ചെയ്യാം, പക്ഷേ നമ്മുടെ ബ്രേക്കിന്റെ കണ്ടീഷൻസ് കൂടെ ചെക്ക് ചെയ്തിട്ടാണ് സ്പീഡ് ബിൽഡ് ചെയ്യാൻ. ബ്രേക്ക് നമുക്കൊരു 80 കിലോമീറ്റേഴ്സ് സ്പീഡിലൊക്കെ നമുക്ക് ഈ വാഹനം മാക്സിമം ക്യാപ്പബിൾ ആയിട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അതിന്റെ മുകളിൽ ഈ വാഹനം ഡ്രൈവ് ചെയ്യാം, പക്ഷേ ബ്രേക്സ് ആ കാലത്ത് ബ്രേക്സ് ആണ് നമ്മളെ മനസ്സിൽ വെച്ച് വെഹിക്കിൾ ഡ്രൈവ് ചെയ്യാൻ പാടുള്ളൂ. കൂടാതെ തന്നെ ഗിയർ ഷിഫ്റ്റിംഗ് എന്ന് വെച്ചാൽ കുറച്ച് ഇപ്പോഴത്തെ വെഹിക്കിളിനെ പോലെ അത്ര സോഫ്റ്റ് ഷിഫ്റ്റ് ഒന്നുമല്ല, കുറച്ച് ഹാർഡ് ഷിഫ്റ്റിംഗ് ആണ്. പിന്നെ പുതുതായിട്ട് ഒരാൾ ഈ വാഹനം ഓടിക്കുകയാണെങ്കിൽ അവർക്ക് ഇതൊരു ഹാർഡ് ഗിയർ പോലെ തോന്നും, പക്ഷേ റെഗുലർ യൂസ് ചെയ്യുന്നവർക്ക് അത് അത്ര പ്രശ്നം തോന്നാറില്ല. ഇതെല്ലാമാണ് ടാറ്റ സിയറയുടെ ഡ്രൈവ് വിശേഷങ്ങൾ. ഈ വാഹനത്തിൻ്റെ സർവീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നോർമലി ഒരു വാഹനത്തിൻ്റെ പോലെയാണ്. നമ്മളൊരു 10,000 കിലോമീറ്റേഴ്സ് അല്ലെങ്കിൽ 1 ഇയർ ആകുമ്പോൾ ഓയിൽ ചേഞ്ച് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി. കൂടാതെ നമ്മളെ പുതിയ വാഹനങ്ങളെ പോലെയല്ല ഈ വാഹനം. നമ്മൾ ഇടയ്ക്ക് എക്സ്ട്രാ ഒരു കെയർ കൊടുക്കേണ്ട വാഹനമാണ്. നമ്മൾ ഇടയ്ക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ വണ്ടിയുടെ ഫ്ലൂയിഡ് ലെവൽസും ബെൽറ്റിൻ്റെ ടെൻഷനും ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് ഡ്രൈവ് ചെയ്യുന്നത് നന്നായിരിക്കും. ടാറ്റ സിയറ 91 ലോഞ്ച് ചെയ്യുമ്പോൾ ഏതാണ്ട് 5 ലക്ഷം രൂപയോളം വിലയുണ്ടായിരുന്നു. ഇന്ന് യൂസ്ഡ് മാർക്കറ്റിൽ നല്ല സിയറകളൊന്നും കാണാൻ നമുക്ക് വളരെ റെയറായിട്ട് സാധിക്കുകയുള്ളൂ. ഈ വാഹനം 97 ലാസ്റ്റ് പ്രൊഡക്ഷൻ ചെയ്ത 98 ഫസ്റ്റ് രജിസ്ട്രേഷൻ ചെയ്ത ടർബോ വേർഷനാണ്. ഈ വാഹനം ഏതാണ്ട് 2 വർഷത്തോളം എടുത്താണ് ഞങ്ങൾ ഈ കണ്ടീഷനിലേക്ക് റീസ്റ്റോർ ചെയ്തിട്ടുള്ളത്. കൂടാതെ ഇതിൻ്റെ ഒറിജിനാലിറ്റിയിൽ യാതൊരു കോംപ്രമൈസും വരുത്തിയിട്ടില്ല. കുറേ ഘടകങ്ങളൊന്നും ഈ വാഹനത്തിൽ ഇല്ലായിരുന്നു. അതെല്ലാം ഫൈൻഡ് ഔട്ട് ചെയ്ത് തിരിച്ച് ഒറിജിനാലിറ്റി തന്നെ ഈ വാഹനം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. കൂടാതെ ഞങ്ങളൊരു നോൺ ടർബോ വേർഷനിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നോൺ ടർബോ വേർഷൻ റീസ്റ്റോറേഷൻ അണ്ടർ പ്രോഗ്രസ് ആണ്. അത് നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾ ഉടനെ എത്തിക്കുന്നതാണ്. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ നിങ്ങൾ ഫ്രണ്ട്സ് ഫാമിലിയായിട്ട് ഷെയർ ചെയ്യുക. ഇതുപോലെ പുതിയ ഇൻട്രസ്റ്റിംഗ് കണ്ടൻറ്റായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതാണ്. അൻറ്റിൽ ബൈ ബൈ ഫ്രം ഓൾ അബൌട്ട് വീൽസ്.